ഓം ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. എല്ലാവർക്കും ശാന്തിയും സമാധാനവും ഭഗവാനിൽ ഭക്തിയും എല്ലാം ഉണ്ടാകണം. ഓം ലോക സമസ്ത സുഖിനോ ഭവന്തു. നമുക്ക് ഭാഗവത കീർത്തനം ചൊല്ലാം. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന, കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ, അച്യുതാനന്ദ ഗോവിന്ദ മാധവ, സച്ചിദാനന്ദ നാരായണ ഹരി. ഉത്തമനിവൻ വിഷ്ണു ഭക്തൻ തുലോ, ശുദ്ധചിത്തൻ വിരക്തൻ വിഷയത്തിൽ, എത്തുമിന്നു പരബ്രഹ്മ സായുജ്യം, പാർത്തിരിക്ക നാം കൃഷ്ണ ഹരേ ജയ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന, കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ, അച്യുതാനന്ദ ഗോവിന്ദ മാധവ, സച്ചിദാനന്ദ നാരായണ ഹരേ. ഊനം വര പരിജ്ഞാനവാരിധി, മാനിച്ച നൃപനോടരുളീ ശുകൻ, ജ്ഞാനിമാരാം മുനിമാരിലഗ്രണി, ജ്ഞാനമെത്രയും കൃഷ്ണ ഹരേ ജയ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന, കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ, അച്യുതാനന്ദ ഗോവിന്ദ മാധവ, സച്ചിദാനന്ദ നാരായണ ഹരേ. എത്രയും നന്നു വൈദുഷ്യം ഭൂപതേ, പ്രശ്നമീ വണ്ണം വേണ്ടോ മഹാജനം, നിഷ്ഫലം ഭ്രമിച്ചിടുന്നു ഭൂപന്റെ, ലക്ഷണം നല്ലോ കൃഷ്ണ ഹരേ ജയ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന, കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ, അച്യുതാനന്ദ ഗോവിന്ദ മാധവ, സച്ചിദാനന്ദ നാരായണ ഹരേ. ഏതും താനറിയാതെ പഴുതേ പോ, പാതിയായുസും നിദ്രയാ ജന്തുനാം, പാതി മറ്റേതും ഓരോ ദുരാഗ്രഹാൽ, പാപികൾക്കഹോ കൃഷ്ണ ഹരേ ജയ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന, കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ, അച്യുതാനന്ദ ഗോവിന്ദ മാധവ, സച്ചിദാനന്ദ നാരായണ ഹരേ. ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. നമുക്ക് ബാക്കി നൃസിംഹ അവതാരത്തിൻ്റെ ബാക്കി വായിക്കാം. ഭഗവാൻ നാരായണൻ നൃസിംഹാവതാരമായിട്ട് വന്നിട്ട് ദൈത്യനെ വധിച്ചിട്ട് ഭഗവാനിങ്ങനെ ആരൂഢസ്ഥനായി അവിടെ സിംഹാസനത്തിൽ ചെന്ന് ഇരുന്നു. ആരൂഢ മോദാൽ ഇരുന്ന് അരുളിയിടിനാൻ. കാരണം മറ്റ് ജഗദ്വാസികളെല്ലാം പാരം ഇത് കണ്ട് ഭഗവാന്റെ ഭീഷണാകാര രോഷം, അത്രമാത്രം ഭയക്കുന്ന ആകാര ശരീരത്തോടുകൂടി ഘോര പരാക്രമങ്ങളെല്ലാം കണ്ടപ്പോൾ അവർ പാരം വിറച്ചരണ്ടു. ജഗദ്വാസികളെല്ലാം അങ്ങനെ ഭഗവാനപ്പോൾ കാരുണ്യവാരുതി കാമഫലപ്രദൻ, കാരണം താൻ അത് കണ്ടിട്ട് ശമത്തെയും പാരാതെ പൂണ്ട് സിംഹാസനമേറി അങ്ങ് ആരുഢമോതാൽ ഇരുന്ന് അരുളിയിടിനാൻ. അങ്ങനെ ഇരിക്കുമ്പോഴെങ്കിലും അല്പാശ്വാസം ഈ ജനങ്ങൾക്കുണ്ടാകുമല്ലോ എന്ന് കരുതിയിട്ടാണ്. അല്ലാതെ അവിടെ ഭഗവാനോട് ഒട്ടും കാരുണ്യമൊന്നും വന്നില്ലെങ്കിലും അവർ ഭയക്കാതിരിക്കാൻ വേണ്ടി അത്ര ഒരു കരുണ കാണിച്ചു ഭഗവാൻ. അങ്ങനെ സിംഹാസനത്തിൽ ആരുഢമായി ഇരുന്ന്. അങ്ങനെ നാഥനെ കണ്ടു പേടിക്കയാൽ അങ്ങാരുമേ അണയാഞ്ഞൂരനന്തരം ആരും ഭഗവാന്റെ അടുക്കലോട്ട് പോയില്ല, എത്രയെല്ലാം ഭയന്നത് കൊണ്ട്.
എന്നിട്ട് എന്ത് വന്നു? ബ്രഹ്മനും ശ്രീ മഹാദേവനും ഇന്ദ്രനും നിർമ്മലന്മാരാം അമരന്മാർ ഋഷികളും. ഇവിടെ അമരന്മാരെന്ന് വായിക്കണം, അമരന്മാരും. അവിടെ ഒരു രായും മായും ഒക്കെ ഉള്ളു. അപ്പം മനസ്സിലാക്കണം, നിർമ്മലന്മാരായ അമരന്മാർ, ദേവന്മാർ, അതാണ് അമരന്മാർ. അമരന്മാർ വെച്ചാൽ മരണമില്ലാത്തവരാണ് ദേവന്മാർ. അവിടെ അമരന്മാർ ഋഷികളും കിന്നര ചാരണ കിൻ പുരുഷ അപ്സര പന്നകഭൂത പ്രജാപതിവർഗവും യക്ഷവിദ്യാധര സിദ്ധ മനുക്കളും രക്ഷസുകള് ഗന്ധർവ സംഘവും. രക്ഷസുകളും ഗന്ധർവ സംഘവും ഇവരെല്ലാവരും അവിടെ ഉണ്ട്. അതിന് പ്രത്യേകം എടുത്തിന് പറയണ്ടല്ലോ, അത് ശ്രദ്ധിച്ചാൽ മതി. രക്ഷസുകളും ഗന്ധർവ സംഘവും പ്രേത പിശാച വേതാള ഗണങ്ങളും ഭൂതങ്ങളും വിഷ്ണു പാർഷദാദ്യന്മാരും, ഭഗവാന്റെ പാർഷദന്മാരായി നിൽക്കുന്നവരും നാനാജനങ്ങളും ഭീതരായങ്ങ് നിത്യാനന്ദരൂപനേ നോക്കരുതായകയാൽ. ഇങ്ങനെ ഇവരെല്ലാവരും ഉണ്ട്. പക്ഷേ ഭഗവാനെ ഭയം കൊണ്ട് ഭീതരായങ്ങ് ഈ ഭഗവാനെ മുഖത്തോട്ട് ആർക്കും നോക്കാൻ വയ്യ. അത് ആനന്ദരൂപനായിരിക്കുന്ന ഭഗവാനെ എന്ത് ഭയം കൊണ്ട് നോക്കരുതാകിയാൽ എന്ത് വന്നു, എന്ത് ചെയ്തു? പിന്നെ പാദാംബുജം കണ്ടു. ഭഗവാന്റെ താഴെ പാദം ഇരിക്കുന്ന പാദം അടിയിലല്ലയോ, അപ്പോൾ മുഖത്തോട്ട് നോക്കാതെ ഭയം കൊണ്ടിട്ട് ഭഗവാന്റെ പാദത്തിലോട്ട് നോക്കിയിട്ട് ദൂരാൽ, അത് അത്ര ദൂരെയല്ല അടുത്തുമല്ലാത്തൊരു സ്ഥലം, അങ്ങനെ ഒരിടത്ത് നിന്ന് തീരെ അടുത്ത് പോയാൽ ഭയക്കത്തില്ലേ, തീരെ ദൂരെ പോയ ഭഗവാനെ ശ്രദ്ധിച്ച് തൊഴുവണ്ടേ, പ്രാർത്ഥിക്കണ്ടേ. അതുകൊണ്ട് രണ്ടും അല്ലാത്തൊരു ഭാഗത്ത് നിന്ന്, അതാണ് വളരെ ദൂരെയല്ല തീരെ അടുത്തുമല്ല. അങ്ങനെ പാദാംബുജം കണ്ടു ദൂരാൽ നമസ്കരിച്ചാദി പുരുഷനെ വാഴ്ത്തി തുടങ്ങിനാർ. ഈ പറഞ്ഞ അത്രയും പേരും അവിടെ ഭഗവാനെ വാഴ്ത്തി സ്തുതിക്കുന്നു. എങ്ങനെ പറയുന്നത്? നാഥ നമസ്തേ നമസ്തേ നമോസ്തുതേ പാദോജനേത്ര പരംപുരുഷ പ്രഭോ കാരുണ്യവാരിധേ കാമഫലപ്രദ കാരണ പുരുഷ നിത്യം നമോസ്തുതേ ലോകായ ലോകനാഥായ ലോകാത്മനി ലോകൈകദേശിക ലോകോദരാമൃത ലോകസ്വരൂപ ലോകസ്വതാ കാരണ ലോകൈക സർവനിലീനായതേ നമ. മീനായി, അത് മത്സ്യമായി, പ്രളയപയോനിധി തന്നിൽ നീ താൻ ആദികാലേ കളിച്ചു നടന്നൊരു ഭഗവാൻ നാരായണൻ. അതായത് വേദങ്ങൾ മോട്ടിച്ചുകൊണ്ട് ദാനവനായി പോയപ്പോൾ ഭഗവാൻ മീനായി മത്സ്യമായി പ്രളയാബ്ധിയിൽ പ്രളയമായിട്ട് കിടക്കുന്ന സമയത്ത് സമുദ്രത്തിൽ നീന്തി കളിച്ചു. അതാണ് മീനായി പ്രളയപയോനിധി തന്നിൽ നീ താൻ ആദികാലേ കളിച്ചു നടന്നൊരു ദാനവനെ കൊന്നു വേദങ്ങൾ വീണ്ടു സമ്മാനീന പങ്കജയോനിക്കു നൽകിയ ഭൂമീശ സത്യവ്രത അനുഗ്രഹ പരാ. പങ്കജയോനിച്ചാല് ബ്രഹ്മാവ്, താമരയിൽ ജനിച്ചവനെന്നാണ് അതിൻ്റെ അർത്ഥം. താമരയോനി അതായത് പങ്കജ, അതായത് അപ്പം അതാര ബ്രഹ്മാവാണ് ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ നാഭിയിൽ നിന്ന് ഇങ്ങനെ താമരയിൽ വന്നത്. പങ്കജയോനിക്കു നൽകിയ എന്താണ്? വേദങ്ങൾ ബ്രഹ്മാവ് ഉറക്കം, അതായത് പ്രളയം ആകുമ്പോൾ ഭഗവാൻ ആ ബ്രഹ്മാവിന് ഉറക്കമാണല്ലോ. അപ്പോഴാണ് ഈ ദാനവന്മാരെ മോട്ടിച്ചുകൊണ്ട് പോയത്. അപ്പോൾ അദ്ദേഹം ഉണരുമ്പോൾ കൊടുക്കണ്ടേ? അപ്പോൾ അതുകൊണ്ട് ഭഗവാനെ കൊണ്ടല്ലേ പറ്റൂ. അദ്ദേഹം ഇത്രയും നാൾ പകലായിട്ടിരുന്നിട്ട് ഒരു രാത്രി വരുമ്പോൾ ഉറങ്ങണ്ടേ ബ്രഹ്മാവിന്? അതാണ് പ്രളയം. അപ്പോൾ ഈ ദാനവൻ എന്ത് ചെയ്ത്? വേദമെല്ലാം മോട്ടിച്ചുകൊണ്ട് പോയി. അപ്പോൾ അതിന് ഭഗവാനാണ് അവിടെ ഇതെല്ലാം ദാനവനെ കൊന്നിട്ട് വേദങ്ങൾ വീണ്ടും സമ്മാനേന പങ്കജയോനിക്ക് നൽകണം. അദ്ദേഹം അറിഞ്ഞിട്ടില്ലായിരിക്കാം, ഉറക്കത്തിലാകണ്ട കൊണ്ടുപോയത്. അപ്പോൾ അങ്ങനെയുള്ള ഭൂമീശ ഭഗവാനെ സത്യവ്രതാനുഗ്രഹ പരാ. അങ്ങനെ ഇവരെല്ലാം ഇങ്ങനെ പ്രാർത്ഥിക്കുക. ഇപ്പോൾ മത്സ്യമായി വന്നു. ഇനി അടുത്തത് എന്താണ്? കാമദ കാരുണ്യ രാശേ നമോസ്തുതേ. പിന്നെ അടുത്തത് പാലാഴിയിലങ്ങ് താഴും ഗിരീന്ദ്രനെ. പാലാഴി കടഞ്ഞപ്പോൾ മന്ദര പർവ്വതം, അത് പർവ്വതം ആണല്ലോ. പിന്നെ വാസുകി കയറായിട്ട് കെട്ടി തൈര് കടയുന്നത് പോലെ എന്തോ അതിൻ്റെ പേര് മത്ത്, തൈര് കലത്തിൽ മത്തിട്ട് കലക്കുന്ന പോലെ മന്ദര പർവ്വതമാണ് പാലാഴി കടഞ്ഞത്. അപ്പോൾ എന്ത് വന്നു?
ഇത് മന്ദരപർവ്വം താഴേക്ക് പോയപ്പോൾ ഭഗവാൻ അങ്ങനെ എന്തായി വന്നു? ആമയായിട്ട് വന്നു. അതാണ് പാലാഴിയിലങ്ങ് താഴും ഗിരീന്ദ്രനെ പർവ്വതത്തിനെ ചാലേ പരിചോട് കൂർമ്മമായി നിന്നുടൻ നേരെ വിരവോടുയർത്തി ഭയം തീർത്ത കാരുണ്യവാരിധേ പാഹി നമോസ്തുതേ. അപ്പോൾ അവർ എല്ലാവരും വിഷമിച്ചു. ഇത്രയും കടഞ്ഞുകൊണ്ടിരിക്കും, അമൃത് കിട്ടിയില്ല. അപ്പം അതിനുമുമ്പേ ഈ മന്ദരപർവ്വം താഴേക്ക് പോയപ്പോൾ സർവ്വപേരും വിഷമിച്ചും ഭയന്നും ഭഗവാനെ വിളിയോട് വിളി, ഭഗവാനെ നാരായണ എന്നെല്ലാം വിളിച്ചപ്പോൾ ഭഗവാൻ എന്ത് വന്നു? കൂർമ്മമായി വന്ന്, കൂർമ്മ ആമയായി വന്നിട്ട് പർവ്വതത്തിനെ മുതുകത്ത് പൊക്കി നിർത്തി. അതാണ് ഇത് പറയുന്നത്. അങ്ങനെ ഭഗവാൻ അങ്ങനെ വന്ന കാരുണ്യവാരിധേ. ആർക്ക് വേണ്ടി? ഇതെല്ലാം ദേവന്മാർക്കും സാധുക്കളായ ബ്രാഹ്മണർക്കും അങ്ങനെയുള്ളവർക്കാണല്ലോ ഭഗവാൻ രക്ഷകനായിട്ട് വരുന്നത്. ഈ ദുഷ്ടന്മാർ കാരണമാണല്ലോ ലോകം മൊത്തം നിറഞ്ഞു കിടക്കുമല്ലയോ. പിന്നെ പാതിരയ്ക്കും വണ്ണമാശു ധരിത്രിയെ കാതിൽ തിരിച്ചിട്ട് കൊണ്ടങ്ങ് പോയഹോ. ഭൂമിയെ ഹിരണ്യാക്ഷൻ കൊണ്ടുപോയപ്പോൾ പാതാള ലോകമകമ്പു കൊളിച്ചൊരു ദൈതേയ വീരനെ പന്നിയായി അഞ്ജസ കൊന്നുകളഞ്ഞു. ധരിത്രിയെയും കൊണ്ടുവന്നു തൽസ്ഥാനത്തിരുത്തി നിരന്തരം ഖിന്നത തീർത്തു. എല്ലാവരുടെയും ഖിന്നത തീർത്ത്. എന്താ? ഭൂമിയും കൊണ്ട് ഒളിച്ച്, പാതാളത്തെ കൊണ്ട് ഒളിച്ചു വെച്ച് ഹിരണ്യാക്ഷൻ. അപ്പോൾ ഭഗവാൻ അവിടെ എങ്ങനെ വന്നു? കൊണ്ടുവന്ന് തലസ്ഥാന പന്നിയായി ദൈതേയ വീരനെ പന്നിയായി അഞ്ജസ. പന്നി വെച്ചാൽ എന്താണ്? നമ്മൾ പന്നികളെ കണ്ടിട്ടില്ലയോ? ആ പന്നിയായിട്ട്. പന്നിക്ക് തേറ്റ വലിയ പന്നിയാണ്, പർവ്വതം പോലത്തെ പന്നിയാണ്, കൊച്ചു പന്നിയൊന്നുമല്ല. അത്രയും വലിയ പന്നിയിൽ വലിയ തേറ്റയുണ്ടല്ലോ മുൻവശത്ത്. ആ തേറ്റ കൊണ്ടുവന്ന് ഈ ഭൂമിയെ പൊക്കി എടുത്തുകൊണ്ടുവന്ന് യഥാസ്ഥാനത്താക്കി. അതാണ് ഭഗവാൻ അന്ന് അങ്ങനെ വന്നു. ഇതിനെല്ലാവരും ഓർക്കുക. അപ്പോൾ ഇങ്ങനെയെല്ലാം ഭഗവാൻ എല്ലാവരെയും രക്ഷിച്ച നാരായണ ഇന്നിപ്പോൾ എന്താ വന്നേക്കുന്നേ? നൃസിംഹമായിട്ട്. അതാ പറയുന്നത് ഇവിടെ. അങ്ങനെ അന്ന് ഈ ദൈതേനെ കൊന്നു കളഞ്ഞ് ധരിത്രിയെയും കൊണ്ടിങ്ങി വന്ന് തൽസ്ഥാനത്തിരുത്തി നിരന്തരമായി ഇങ്ങനെ ഭഗവാൻ ഓരോന്ന് ചെയ്ത് സഹായിക്കുന്ന ഭഗവാനെ ജനങ്ങൾക്കും ഭക്തന്മാർക്കും ദേവന്മാർക്കും വേണ്ടി ഇങ്ങനെല്ലാം ചെയ്യുന്ന, അങ്ങനെ ഖിന്നത തീർക്കുന്ന ഈശ്വര സകല പ്രജകളെ തന്നിലിരുത്തി ഭരിച്ചരുളേടിന. എല്ലാവർക്കും വേണ്ടിയാണ് ഭഗവാൻ. എല്ലാം ഭഗവാൻ അവരെല്ലാവരെയും നമ്മളെല്ലാവരെയും ഭഗവാൻ തന്നെ ഇരുത്തി നമ്മളെല്ലാം ഭരിക്കുന്നു, രക്ഷിക്കുന്നു. അങ്ങനത്തെ നാരായണ പന്നഗേന്ദ്രോത്തമ തൽപക ദൈവമേ വന്ദാമഹേ വയം ഇന്നതി കശ്മലനായി ഒരുമ്പെട്ടു തൻ. അപ്പോൾ ഇന്നിവിടെ പറയുന്നത് എന്താ? ഇന്ന് അങ്ങനെയുള്ള പന്നഗേന്ദ്രോത്തമ തൽപക ദൈവമേ വന്ദാമഹേ വയം ഇങ്ങനെയെല്ലാം വന്ദിക്കുന്നു ഭഗവാൻ. എന്നിട്ട് പിന്നെ പറയുന്നു, ഇന്ന് അതി കശ്മലനായി ഒരുമ്പെട്ട് തൻ നന്ദനനെയും ജഗദ്വാസികളെയും, അതായത് ഈ കശ്മലനായ എന്തോ പേര്, അയാളുടെ പേരങ്ങ് മറന്നു, ദൈത്യൻ്റെ പ്രഹ്ലാദൻ്റെ അച്ഛന്, ഹിരണ്യകശിപു. എനിക്കത് ആ ഹിരണ്യാന്ന് വരത്തില്ല. അങ്ങനെ ഇന്ന് ആ കശ്മലനായി ഒരുമ്പെട്ട അവൻ്റെ നന്ദനനെയും, അത് പ്രഹ്ലാദനെയും ജഗദ്വാസികളെയും ജനങ്ങളെയും പ്രഹ്ലാദനെയും എല്ലാം എന്ത് ചെയ്യുന്നവൻ? അന്നന്ന് ഉപദ്രവിച്ചിടും അസുരനെ കൊന്നിടുവാൻ നരസിംഹമായി ഇങ്ങനെ പാരം ഭയങ്കര വേഷനാദൈരിഹ. ഇവിടെ ഇപ്പോൾ ഇത്രമാത്രം നരസിംഹമായിട്ട് ഇങ്ങനെ ഭയങ്കര വേഷനാദൈരിഹ. ഇവിടെ അന്നന്നിങ്ങനെ ഉപദ്രവിക്കുന്നവരെയൊക്കെ എല്ലാ അസുരനെയൊക്കെ കൊല്ലാൻ വേണ്ടി വന്നു. ഇന്നിവിടെ നരസിംഹമായിട്ടും അതെന്തിനാ? ഈ ജഗദ്വാസികളായിരുന്ന സാധു ജനങ്ങളെയും പ്രഹ്ലാദനെയും ഭക്തനായിരിക്കുന്ന പ്രഹ്ലാദനെയും രക്ഷിക്കാൻ സ്വന്തം പിതാവ് ചെയ്യുന്ന ക്രൂരകൃത്യങ്ങൾ കണ്ടിട്ട് ഭഗവാൻ ഇവിടെ ഇപ്പോൾ നരസിംഹമായി ഇങ്ങനെ ഭയങ്കര വേഷമായി വന്നു. ഘോരതരം അവൻ മാറിടം നീളവേ കീറിക്കളഞ്ഞു കുടൽമാലയും മുഹുരേറെ തിളച്ചു വരുന്ന രുധിരവും വാരി അണിഞ്ഞു ഭയങ്കരനായിരുന്നോരു ഭയാനകാകാര
നമോസ്തുതേ. അങ്ങനെ ഭയാനകാകാരൻ, അത്രമാത്രം ഭയങ്കര ശരീരത്തോടു കൂടിയെന്ന്. ഭഗവാനി എന്താ വാരി അണിഞ്ഞത്? ഈ കുടൽമാല മാരണം, ഈ ദുഷ്ടൻ്റെ ഘോരമാ അവൻ്റെ മാരണമൊക്കെ നീളവേ കീറി കുടൽമാലയും മുഹുരേറെ തിളച്ചു വരുന്ന രുധിരവും അവൻ്റെ ഉള്ളിൽ നിന്നിങ്ങനെ ചൂട് പിടിച്ച, കാരണം ഭഗവാന്റെ അടുക്ക ഇരിക്കുമ്പോൾ അവൻ തീ പോലെ കിടന്ന് പൊള്ളുവല്ലേ, ഭഗവാൻ മാർത്താണ്ട ചൂടായിട്ടിരിക്കുകയല്ലേ. അപ്പോൾ ഇവനങ്ങ് തിളച്ച് ആ രക്തമൊക്കെ അങ്ങോട്ട് ചിതറി ഇങ്ങനെ ചീറ്റി വന്നപ്പോൾ തിളച്ചു വരുന്ന ആ രുധിരം, രക്തം, അതും വാരി അണിഞ്ഞു ഭഗവാന്റെ ദേഹത്ത് മാറിൽ. എന്നിട്ട് ഭയങ്കരമായിരുന്ന, അത്രമാത്രം ഭയങ്കര ആകാരം, ഭയാനകാകാരം വെച്ചാൽ ഭയക്കുന്ന ശരീരത്തോട് കൂടിയിരിക്കുന്ന ഭഗവാനെ നമോസ്തുതേ. നാരായണ ഹരേ നാരായണ ഹരേ കാരുണ്യവാരിധേ പാഹി നമോസ്തുതേ. മേലിലിനിയും അന്നന്നിതുപോലെ, ഇനിയും ഭഗവാനെ മേലിലും ഇനി ഭാവിയിലും എപ്പോഴും ഭഗവാന്റെ കരുണ ഇങ്ങനെ ഉണ്ടെങ്കിലേ ജനങ്ങൾക്ക്. ഇപ്പം അതിൻ്റെ അറ്റമായിരിക്കുക ഇവിടെ നമ്മുടെ ലോകം മൊത്തവും മുടിഞ്ഞിരിക്കുക, മുടിഞ്ഞ് നശിച്ച് വെണ്ണീർ അടിഞ്ഞിരിക്കുന്ന ഒരു സമയം. ഭഗവാൻ എപ്പോഴാ എല്ലാവരും പ്രാർത്ഥിക്കുന്നില്ല ഭഗവാനോട്? അന്ന് പ്രാർത്ഥിച്ച് കരഞ്ഞ് വിളിച്ച് ഭൂമിദേവി എന്ന് പറഞ്ഞാൽ ആരാണ്? ലോകത്തുള്ള ഭൂമിദേവി ഇരുന്ന നമ്മളൊക്കെ തന്നെയാ, അമ്മയുടെ മക്കളാ. നമ്മൾ ചെന്ന് കരഞ്ഞ് പറഞ്ഞെങ്കിലേ ഭഗവാൻ അവതരിക്കൂ. നമ്മളെന്താ കരച്ചിലിനൊക്കെ വെറും ലോയാണ് എന്നുവെച്ചാൽ വലിയ കരച്ചിലില്ല. അതുകൊണ്ടെന്നേ എനിക്ക് പറയാൻ പറ്റും. അല്ലെങ്കിൽ എത്രമാത്രം ദുഃഖം ദുരിതം ഇപ്പോൾ നടക്കുന്ന, ആരെങ്കിലും നന്നായി ഒന്ന് കരഞ്ഞെങ്കിൽ ഭഗവാൻ വീണ്ടും ഇപ്പം അതാ മേലിൽ ഇനിയും എന്ന് പറഞ്ഞാൽ ഇനിയും ഭാവിയിൽ ഭഗവാൻ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കണം. അപ്പം നമ്മുടെ കരച്ചിൽ പോരാ, സങ്കടം പറച്ചിൽ പോരാ. അതുകൊണ്ടാണ് ഇപ്പോൾ ഭഗവാൻ അവതരിക്കാത്തത്. അതുകൊണ്ട് വാരി അണിഞ്ഞു ഭയങ്കരനായിരുന്നോര് ഭയാനകാകാര നമോസ്തുതേ. നാരായണ ഹരേ നാരായണ ഹരേ കാരുണ്യവാരിധേ പാഹി നമോസ്തുതേ. മേലിൽ ഇനിയും അന്നന്ന് ഇതുപോലെ തൽക്കാല ഭേദത്തിങ്കിൽ ഓരോരോ ദുഷ്ടരെ കാലാലയം പ്രതി ചേർത്തു. ഇനിയും മേലിൽ ഇതുപോലുള്ള കാലഭേദത്തിങ്കിൽ, നമ്മുടെ കാലഭേദങ്ങൾ വരുന്നതനുസരിച്ച് ഇവിടെ ഓരോരോ ദുഷ്ടന്മാരിങ്ങനെ പെരുകുകയാണ്. കാലഭേദത്തിങ്കിൽ ഓരോരോ ദുഷ്ടരെ കാലാലയം പ്രതി ചേർത്തു, അതായത് യമലോകത്ത് അങ്ങനെ ചേർത്ത് കൊന്ന് വധിക്കുന്നതിനാ പറയുന്നത്. കാലാലയ കാലപുരിയിലേക്ക് ചേർത്ത് കൊള്ളാൻ ജഗത്രയ പാലനം ചെയ്യുന്ന കാരുണ്യവാരിധേ. ഇങ്ങനെ ദുഷ്ടന്മാരെ ഓരോരോ അവസരത്തിൽ ഭഗവാൻ ഇങ്ങനെ സംഭവാമി യുഗയുഗ എന്ന് പറയുന്നത് പോലെ അന്നന്ന് ഭഗവാൻ ഇങ്ങനെ വന്ന് യമലോകത്ത് അയക്കുന്ന ഭഗവാനെ പാലനം ചെയ്യുന്ന ഈ ജഗത്രയത്തെ, നമ്മുടെ ഈ ലോകത്തിൽ നമ്മളെല്ലാവരെയും പാലിക്കുന്ന കാരുണ്യവാരിധേ. കാലസ്വരൂപ കാമപ്രദ ദൈവമേ പാലയ നിത്യം നമോസ്തുതേ. ഏവം എല്ലാവരും അതിശയ ഭക്തി ചേർന്നാവോളം ഏറെ സ്തുതിച്ചു നിൽക്കും വിധൗ. ഭക്തിയോടുകൂടി ഭഗവാൻ സങ്കടത്തോടെ പ്രാർത്ഥിച്ചാൽ ഭഗവാൻ അവതരിക്കും. ഭേദഭാവം പുനരൊന്ന് കാണാകയാൽ ആദരാൽ അങ്ങൊരു ഭൂതരണയാതെ ഭീതി കലർന്നു നിൽക്കും ജനസംസതി. ധാതാവിനാൽ അതിപ്രേരിതയായി മുതാ ശ്രീദേവി താൻ അതിസാരസ്യരീതി പൂണ്ടാദരപൂർവ്വം അടുത്തു ചെന്നന്തര നേരെ മുഖത്തൊന്നു കടാക്ഷിച്ച നേരം ഭയപ്പെട്ടകന്നു നിന്നു തുലോ. ഇങ്ങനെ ഭഗവാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ട് എന്ത് പറ്റുന്നു? ഇത്രയെല്ലാം പ്രാർത്ഥിക്കുന്നു. മേലിൽ ഇനിയും ഭഗവാനെ ഇങ്ങനെയുള്ള ജഗത്രത്തെ പാലിക്കണമേ എന്നെല്ലാം പറഞ്ഞിട്ട് ഭഗവാൻ ഒരു ഭാവഭേദവും ഇല്ല. കാരണം ഏവം എല്ലാവരും അതിശയ ഭക്തി ചേർന്ന് ആവോളം ഏറെ സ്തുതിച്ച് നിന്നിട്ടും ഭേദഭാവം പുരൊന്നും കാണാകയാൽ ആദരാൽ അങ്ങൊരു ഭൂതനണയുന്നില്ല. ആരും ഭഗവാൻ അടുക്കിലേക്ക് ചെല്ലുന്നില്ല. എന്താ? ഭഗവാൻ ഒരു ഭാവഭേദവും വരുന്നില്ല. ഇത്രയൊക്കെ പ്രാർത്ഥിച്ചിട്ടൊന്നും ഭഗവാൻ ചെവിക്കൊള്ളുന്നതേ ഇല്ല. കാരണം വിഷമമുണ്ട്. അത്രത്തോളം ഭഗവാനോടെ അത്രമാത്രം ദേഷ്യവും വിഷമവും കുഞ്ഞിനോട് കാണിക്കുന്ന അസുരൻ്റെ ഈ ധീരത, ദുഷ്ടത്തരങ്ങളും എല്ലാം പെട്ടെന്നങ്ങ് മാറുമോ? ഭഗവാൻ ആ വേഷമൊക്കെ എടുക്കണത് തന്നെ ഭഗവാൻ അത് പാടല്ലേ?
ഇത്രയെല്ലാം അവിടെ ശക്തി പ്രകടിച്ചില്ലേ? അപ്പോൾ അതും ആയുധം ഉണ്ടോ കയ്യിൽ? എല്ലാം ഭഗവാന്റെ ആരോഗ്യവും ശക്തി എടുത്തല്ലേ ഇവനെ കൊല്ലാൻ പറ്റൂ. എടുത്ത് ഒറ്റയ്ക്ക് അത്രയും എടുക്കാൻ പറ്റുന്ന ഭാരം എടുത്ത് ഭഗവാനൊന്നും പാടില്ലെങ്കിലും നമുക്കൊന്ന് ചിന്തിക്കണ്ടേ? ഭഗവാനും ഭഗവാനല്ലേ? അപ്പോൾ എടുത്ത് ഒരു പടിയുടെ നടുക്ക് കൊണ്ടുവച്ച് ഇങ്ങനെ ഇരുത്തി മടിയിൽ ഇരുത്തിട്ട് കൈകൊണ്ടെല്ലാം വലിച്ചു കീറി ഇത്രയും കുടൽമാലയെല്ലാം എടുത്ത് വെളിയിൽ കളഞ്ഞ് ഈ ചൂട് രക്തമൊക്കെ ഇങ്ങനെ വാരി പുരട്ടി. അപ്പോൾ ഭഗവാൻ അത്രത്തോളം ക്ഷീണമില്ലേ? പെട്ടെന്നങ്ങനെ അടങ്ങുമോ ഇത്? അത്രമാത്രം ഭയങ്കരമായി പോയില്ലേ? അങ്ങനത്തെ ഉണ്ട്. എന്തൊക്കെ പ്രാർത്ഥിച്ചിട്ടും ഭഗവാനെ ഒരു ഭാവഭേദവും ഒന്നും കാണായികയാൽ ആദരാൽ അങ്ങൊരു ഭൂതരും അണഞ്ഞില്ല. ഒരു മനുഷ്യരും ഭഗവാനിലേക്ക് ചെന്നടുത്തില്ല. ഭീതി കലർന്നു നിൽക്കും ജനസംസതി. എല്ലാവരും ഭയന്ന് നിന്നപ്പോൾ ധാതാവിനാൽ അതിപ്രേരിതരായി എന്നുവെച്ചാൽ ബ്രഹ്മാവ് പ്രേരിപ്പിച്ചു. ആരായ ശ്രീദേവിതാൻ അതിസാരസ്യ രീതി കൊണ്ട് ആദരപകാൻ ദേവിയെടുത്ത് പറഞ്ഞു. കാരണം ഭഗവാന്റെ ഭാര്യയാണല്ലോ നാരായണൻ്റെ ഭാര്യ ലക്ഷ്മി. അപ്പോൾ ലക്ഷ്മി ദേവിയോട് പറഞ്ഞു, ബ്രഹ്മാവ് നിർബന്ധിച്ചു ഭഗവാൻ അടുക്കലേക്കൊന്ന് ചെന്ന് എന്തെങ്കിലും ഒന്ന് നോക്കി എടുക്കുക ചെയ്യാം. അപ്പോൾ ശ്രീദേവി താൻ സാരസ്യ രീതി പൂണ്ടാദരപൂർവം അടുത്തു ചെന്നന്തര നേരെ തിരുമുഖത്തൊന്ന് കടാക്ഷിച്ച നേരം ഭയപ്പെട്ട അകന്നു നിന്നു തുലോ. ഭഗവാന്റെ മുഖത്തേക്കൊന്ന് നോക്കി ഒന്ന് പുഞ്ചിരിയുടെ ഒരു പകുതി പുഞ്ചിരി പോലെ പേടിച്ച് ഒന്ന് കടാക്ഷിച്ചൊന്ന് നോക്കി, ഒരു സ്നേഹത്തോടൊന്ന് നോക്കി. പക്ഷേ ദേവി എന്ത് ചെയ്ത്? ഭയപ്പെട്ടെന്ന് അകന്നങ്ങ് നിന്ന് ഭയന്നുപോയി ദേവി. ഭഗവാന്റെ ആ മുഖം കണ്ടപ്പോൾ അടുത്തോട്ട് ചെന്ന് നോക്കാൻ പോലും പറ്റത്തില്ല. അങ്ങനെ ദേവി ഭയന്ന് നിന്നു തുലോ. എന്നിട്ട് ധാതാവ് പിന്നെന്താ ചെയ്ത്? ധാതാവ് താനും ഭയപ്പെട്ടുടൻ. അപ്പോൾ ദേവി തിരിഞ്ഞ് അകർന്നു മാറിയപ്പോൾ ധാതാവിനും പേടിയായി. പറഞ്ഞു വിട്ടത് വിനയായോ എന്ന് ബ്രഹ്മാവിനങ്ങ് തോന്നുക. അപ്പോൾ ദേവി ഭയന്ന് മാറുമ്പം ബ്രഹ്മാവിൻ്റെ നിർബന്ധപ്രകാരമാണല്ലോ ദേവി അമ്മ പോയത്. അപ്പോൾ ബ്രഹ്മാവിനും ഭയമായിട്ട് എന്ത് ചെയ്തു? പിന്നെ നേരെ തിരുമുഖത്തൊന്ന് കടാക്ഷിച്ച നേരം ഭയപ്പെട്ട് അകന്നു നിന്നു തുലോ. അമ്മ ദേവിയാകുന്ന മാതാവ് അകന്നു നിന്നു. എന്നിട്ട് ധാതാവ് താനും ഭയപ്പെട്ടുടൻ ജഗന്മാതാവ് തന്നെയും ആശ്വസിപ്പിച്ചുടൻ. അങ്ങനെ ധാതാവും ഭയപ്പെട്ടപ്പം അമ്മ ദേവി എന്ത് ചെയ്തു? ആശ്വസിപ്പിച്ചു ബ്രഹ്മാവിനെ. സാരമില്ല, പോട്ടെ എന്നൊക്കെ പറഞ്ഞ്. നല്ലതിനി ഇന്നിനി എന്തെന്ന് ചിന്തിച്ചു. ഇനി എന്താണ് ഇതിനൊരു മാർഗം? ഭഗവാനെ എങ്ങനെ ഈ ദേഷ്യത്തിൽ നിന്ന് മാറ്റിപ്പിടിക്കും? അതുകൊണ്ട് നല്ലതിന്നിനി എന്ത് എന്ന് ചിന്തിച്ചു. മെല്ലെ വിളിച്ചു പ്രഹ്ലാദനെ തന്നെയും മുമ്പിൽ നിർത്തി ബഹുമാനിച്ചരുൾ ചെയ്ത്. അങ്ങനെ ബ്രഹ്മാവ് എന്ത് ചെയ്തു? കുട്ടിയെ വിളിച്ച് അടുക്ക ഇരുത്തിയിട്ട് കാര്യങ്ങൾ പറഞ്ഞു. തൻ അൻപോട് മുമ്പിൽ നിർത്തി ബഹുമാനിച്ച് അരുൾ ചെയ്ത് അൻപോട് ഇതെല്ലാം ഈ വണ്ണമായി വന്നിതു, ഇങ്ങനെല്ലാം സംഭവിച്ചു എന്ന് കുഞ്ഞിനോട് പറഞ്ഞിട്ട് തമ്പുരാൻ തൻ ഇതെല്ലാം ഭഗവാന്റെ കളിയാണ്. എന്തിനാ കുട്ടിയെ സമാധാനിപ്പിച്ചെങ്കിലേ കുട്ടി ചെന്ന് ഭഗവാനൊക്കെ ചെന്ന് എന്തെങ്കിലും പറയത്തുള്ളൂ. അതുകൊണ്ട് അല്ലാതെ ആരാലും പറ്റുന്നില്ല. ശ്രീ മഹാദേവനും ബ്രഹ്മാവും ഒക്കെ വന്ന് ദേവി വന്നു, ഒരു രക്ഷയും കിട്ടുന്നില്ല. അപ്പോൾ തമ്പുരാൻ തൻ ഇതൊക്കെ ഭഗവാന്റെ കളിയാണ്. കമ്പമൊഴിഞ്ഞിന് വൈകാതെ ചെന്നു നീ നാരസിംഹാകൃതി പൂണ്ട ദേവൻ തൻ്റെ ചാരത്തു ചെന്നു വന്ദിച്ചിനി സാദരം. ദൈത്യാരി തന്നെ കോപം അശേഷവും തീർത്തു ജഗത്രയം പാലിക്ക വേണമേ എന്നരുൾ ചെയ്ത നേരത്തു പ്രഹ്ലാദനും നന്നായി തൊഴുതു വിനീതനായി. അങ്ങനെ ഭഗവാൻ ബ്രഹ്മാവ് പ്രഹ്ലാദനോട് പറഞ്ഞു, ഈ ജഗത്രയെ ഇനിയും പാലിക്കണ്ടേ? ഭഗവാൻ ഇങ്ങനെ ഇരുന്നാൽ പറ്റുമോ? അതുകൊണ്ട് നിന്റെ കമ്പമെല്ലാം നീ ഇതെല്ലാം ഒഴിഞ്ഞിന് വൈകാതെ പെട്ടെന്ന് തന്നെ നീ ചെന്ന് ഭഗവാൻ നരസിംഹമായിരിക്കുന്ന ഭഗവാൻ ദേവൻ തൻ്റെ ചാരത്ത് അടുത്ത് ചെന്ന് നീ വന്ദിച്ച് തൊഴുത് ദൈത്യാരി തന്നെ കോപമൊക്കെ അശേഷം പോക്കണ്ടേ? അപ്പോൾ ഈ കോപമെല്ലാം തീർത്ത് ജഗത്രയം പാലിക്കണ്ടേ? ഇങ്ങനെയെല്ലാം ഭഗവാൻ ബ്രഹ്മാവ് പിന്നെ പ്രഹ്ലാദനോട് പറഞ്ഞതനുസരിച്ച് നന്നായി തൊഴുതു വിനീതനായി ഘോര നരസിംഹ ശ്രീപാദ പങ്കജേ പാരാതെ ചെന്നു നമസ്കരിച്ചിടിനാൻ. അങ്ങനെ ചെന്ന് നമസ്കരിച്ച കുട്ടി വിനീതനായി ചെന്ന് ഭഗവാനോട് കുഞ്ഞല്ലേ, എന്ത് ദേഷ്യം ഉണ്ടായാലും ഭഗവാന്റെ ആർക്കായാലും അങ്ങനെയല്ലേ. നമുക്ക് തന്നെ അറിയാം, ഒരു കുഞ്ഞിനോട് നമുക്ക് എത്ര ദേഷ്യമാണ്, നമ്മുടെ അടുത്തൊരു കുഞ്ഞ് വന്നാൽ നമ്മുടെ ദേഷ്യമൊക്കെ പോകും. അങ്ങനെ കുഞ്ഞ് നിഷ്കളങ്കമായ കുഞ്ഞുങ്ങൾ അങ്ങനെയാണല്ലോ. അപ്പോൾ ഭഗവാൻ അങ്ങനെ എന്ത് വന്നു? ഈ കുട്ടി നന്നായി തൊഴുത് വിനീതനായി പ്രഹ്ലാദൻ ഘോര നരസിംഹ ശ്രീ പാദ പങ്കജ്, ഘോരനായിരിക്കുന്ന നരസിംഹമൂർത്തിയുടെ പാദത്തിൽ ചെന്ന് പങ്കജമാ താമര പോലത്തെ ആ പാദത്തിൽ ചെന്ന്
അറിയാതെ ചെന്ന് നമസ്കരിച്ച്, എന്നിട്ട് വീണങ്ങ് നമസ്കരിച്ച് ഒരു ഭക്താഠ്യനെ അങ്ങനെ ഭഗവാന്റെ അടുക്ക ചെന്ന് വീണങ്ങ് തൊഴുത്, ഭഗവാന്റെ അടുക്ക ചെന്നങ്ങ് വീണ് എന്താ പിന്നെ വല്ലതും ചെയ്യാൻ പറ്റുമോ? ചെന്നങ്ങ് നമ്മളായാലും അങ്ങനെ ഭഗവാന്റെ മുമ്പിൽ ചെന്നങ്ങ് വീഴണം. നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ സാധിക്കണമെങ്കിൽ എങ്ങനെയാ? ഇപ്പം ഭട്ടതിരിപ്പാട് ഭഗവാൻ എത്രമാത്രം വർണ്ണിച്ച് എങ്ങനെല്ലാം തപസ് പോയി ഇരുന്ന് ഗുരുവായൂർ അമ്പലത്തിലിരുന്ന് ഇത്രയെല്ലാം എഴുതി എല്ലാം നടത്തിയ ഒരു ഭക്തനല്ലേ. നമുക്ക് എന്തുകൊണ്ട് വയ്യ? നമുക്ക് ഒന്നും എഴുതിയും വേണ്ട, പ്രാർത്ഥന. നമുക്ക് സങ്കടം ഉണ്ടെങ്കിൽ ഭഗവാന്റെ ഒരു വിഗ്രഹത്തിൻ്റെ മുമ്പിലോ ഒരു വിളക്കിൻ്റെ മുമ്പിലോ ഭഗവാനെ ഒരു തൂണായാലും മതി. അത് എല്ലാത്തിലും സർവ്വശക്തിമാനാണ് ഭഗവാൻ, എല്ലാത്തിലും ഉണ്ട്. എവിടെ വെറും തറയിലും ഭഗവാനെ ഞാൻ ഇവിടെ കിടന്നങ്ങ് ഉരുളുക എന്നും പറഞ്ഞ് നമ്മൾ വീണങ്ങ് തൊഴുതാൽ മതി, സർവ്വവും സാധിച്ചു തരും. ഭഗവാനോട് നമ്മുടെ ഹൃദയം കൂടെ ശുദ്ധമായിരിക്കണം. ഭക്തി മാത്രം പോരാ, നമ്മുടെ ഹൃദയം നമ്മുടെ നിഷ്കളങ്കമായൊരു ഹൃദയമായിരിക്കണം. നമ്മൾ ഉരുണ്ട് അവിടെ കിടന്ന് ഉരുണ്ട് കരഞ്ഞപ്പോൾ എനിക്ക് ഭഗവാൻ പ്രത്യക്ഷമായതുപോലെ അതിനായിരുന്നു എനിക്ക് ആവശ്യം. ഈ ലോകത്തിലെ ഒന്നിനും എനിക്ക് ആവശ്യമില്ലാത്തതുകൊണ്ട് അങ്ങനെയായിരുന്നു എൻ്റെ ആവശ്യം. അത് നമ്മൾ ഉരുണ്ട് നിലവിളിക്കുക, അത് നമ്മളിൽ തന്നെ ഉണ്ടാകുന്നൊരു കാര്യമല്ല. മനഃപൂർവ്വം നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ തന്നെ അത് വന്നേ പറ്റൂ. നിർബന്ധമായിട്ട് നമ്മൾ വരുത്തുന്നതല്ല, അത് ഉള്ളിൽ വരണം, തനിയെ വരണം. അങ്ങനെ ഞാൻ പോലും അറിയാതാകണം ഉരുണ്ട് കരഞ്ഞത്. എന്തിനാന്ന് പോലും എനിക്ക് അറിയത്തില്ലായിരുന്നു. ഞാനിങ്ങനെ ആത്മവേദന പിടിച്ചിങ്ങനെ കരയും. എന്തിനാന്ന് ചോദിച്ചാൽ എനിക്ക് ഉത്തരവില്ല. അപ്പോൾ അങ്ങനെ വീണ് നമസ്കരിച്ചൊരു ഭക്താഠ്യനെ ക്ഷോണീവരൻ എഴുന്നേൽപ്പിച്ചു സാദരം. അങ്ങനെ കുഞ്ഞിനെ, ഭക്തപ്രിയനായ പ്രഹ്ലാദനെ ഭഗവാന്റെ പാദാമ്പൊച്ചിൽ ഒന്ന് വീണപ്പോൾ ഭഗവാൻ ക്ഷോണീവരൻ, ഭൂമിവരൻ, അതായത് ഭൂമിദേവയുടെ ഭർത്താവിനെയാണ് ക്ഷോണി, ഭൂമി വരച്ച ഭൂമിയുടെ ഭർത്താവായ ഈ ഭഗവാൻ നരസിംഹമൂർത്തി പിടിച്ചെഴുന്നേൽപ്പിച്ച കുഞ്ഞിനെ സാദരം ചിത്തവിശുദ്ധിയോടാശു മുകുന്ദനെ ഭക്തിയാ നമസ്കരിച്ച് അഞ്ജലിയും ചെയ്തു നിൽക്കുന്ന അത് കണ്ടു കാരുണ്യം ഉൾക്കനിഞ്ഞഗ്രേ മൃദുസ്മിത ഭക്തനാം ഈശ്വരൻ തൃക്കൈകൾ കൊണ്ടവൻ തന്നെ അടുപ്പിച്ചു വക്ഷസി ചേർത്തു പുണർന്നുടൻ മൂർധനി മുകർന്നളവേറിന ഭക്തിയാം വാർത്തയിൽ വീണു മുഴുകി കിടപ്പവൻ. അങ്ങനെ കുഞ്ഞെന്ത് ചെയ്ത് ഭഗവാൻ അടുത്ത് തറേന്ന് എടുത്ത് എഴുന്നേൽപ്പിച്ചപ്പോൾ ചിത്തവിശുദ്ധിയോടാശു മുകുന്ദനെ. അത്രമാത്രം ചിത്തവിശുദ്ധിയാണ് ഭഗവാനോ തന്നെ കുട്ടിക്കോ തന്നെ. അങ്ങനെ ഭക്തിയാ നമസ്കരിച്ച് അഞ്ജലിയും ചെയ്ത് നിൽക്കുന്നത് കണ്ടു ഭഗവാൻ. അങ്ങനെ ചിത്തവിശുദ്ധിയാണ് ഇതിനെല്ലാം പ്രധാനം. ഭക്തിയും ചിത്തവിശുദ്ധിയും, ഹൃദയം ശുദ്ധമായിരിക്കണം, വിശുദ്ധിയായിരിക്കണം. അങ്ങനെയുള്ള കുഞ്ഞിനെ മുകുന്ദനെ ഭക്തിയാ നമസ്കരിച്ച് അഞ്ജലിയും ചെയ്ത് നിൽക്കുന്നത് കണ്ടപ്പോൾ കാരുണ്യം ഉൾക്കൊണ്ട് നിന്ന അഗ്രേ, കാരുണ്യം ഉൾക്കനിഞ്ഞ്, ഉള്ളെല്ലാം അങ്ങ് കനിഞ്ഞ് ഭഗവാന്റെ ഇങ്ങനെ പാദത്തിൽ വീണങ്ങ് കിടന്ന് ആ കുഞ്ഞിനെ വാരിയെടുത്ത്, ഇങ്ങനെ നിഷ്കളങ്കമായി നിൽക്കുന്ന ആ കുഞ്ഞിനെ എടുത്ത് അത് കണ്ടുകൊണ്ട് ഭഗവാന്റെ കാരുണ്യമെല്ലാം ഉൾക്കനിഞ്ഞ് അഗ്രേ മൃദുസ്മിത ഭക്തനാം ഈശ്വരൻ, മൃദുസ്മിതമായിട്ട് സുന്ദരമായിട്ട് പുഞ്ചിരിയോട് നല്ല മുഖത്തോടുകൂടി, അങ്ങനെ ഭക്തനാം അങ്ങനെയുള്ള മുഖത്തോടു കൂടി ഈശ്വരൻ എന്ത് ചെയ്തു? തൃക്കൈകൾ കൊണ്ട് അവൻ തന്നെ അടുപ്പിച്ചു വെച്ചു. ആ കൈകൊണ്ട് തന്നെ ഈ കുഞ്ഞിനെ ചേർത്തങ്ങ് പിടിച്ച് ഭഗവാന്റെ ദേഹത്തോട് ചേർത്തങ്ങ് വെച്ചിട്ട് വക്ഷസി ചേർത്ത് പുണർന്ന് വക്ഷസി എങ്ങനെ നെഞ്ചോട് ചേർത്തിങ്ങനെ പുണർന്ന് തടവി. കാരണം കുഞ്ഞിനുള്ള ആ ഒരു ആർത്തി, ആ ഒരു ചിത്തശുദ്ധിയും ഭക്തിയും കണ്ടപ്പോൾ ഭഗവാൻ ആ കുഞ്ഞിനോടങ്ങ് ആർത്തി വീണ്ടങ്ങ് വക്ഷസി ഇങ്ങനെ പുണർന്ന് തടവി തലോടി മൂർധനി, അതായത് ശിരസിൽ മുകർന്ന അളവേർന്ന ഭക്തിയാം വാർത്തയിൽ വീണ് മുഴുകി കിടപ്പവൻ. അങ്ങനെ ഈ കുഞ്ഞ് എന്ത് ചെയ്ത്? ഭക്തിയുള്ള വാർത്തയിൽ, അതായത് സമുദ്രം പോലെ ഭക്തിയിൽ വീണങ്ങ് മുഴുകി കുഞ്ഞ്. ഭഗവാനും ഇതുമായിട്ട് അവിടെ പിന്നെ കുഞ്ഞെന്നുള്ള മനസ്സേ അവിടെ ഇല്ല, ശൂന്യമായി. കുഞ്ഞിൻ്റെ ഉള്ളമെല്ലാം ഭഗവാനിൽ ലയിച്ചു. അതാണ് മൂർധനെ മുകർന്ന അളവേർന്ന ഭക്തിയാം വാർത്തയിൽ വീണ് മുഴുകിക്കിടപ്പവൻ. അപ്പോൾ കുഞ്ഞിനകത്ത് മറ്റെന്തെങ്കിലും ഉണ്ടോ? ഭയമോ മനസ്സോ? അവിടെ മനസ്സ് പോലും, കുഞ്ഞിൻ്റെ മനസ്സൊക്കെ അങ്ങ് ശൂന്യമായി ഭഗവാനിലങ്ങ് ലയിച്ചു. അവിടെ തന്നെ ഭഗവാൻ മാത്രമേ ഉള്ളൂ. ആ കുഞ്ഞ് ഭഗവാനായി അങ്ങ് ലയിച്ചു. അപ്പോൾ അവിടെ പിന്നെ ആരാ ഉള്ളേ? കുഞ്ഞിൻ്റെ എന്തെങ്കിലും അവിടെ മനസ്സോ ഒന്നും തന്നെ ഇല്ല, അതെല്ലാം ഭഗവാനിലങ്ങ് ലയിച്ചു. ആ കുഞ്ഞിൻ്റെ ഉള്ളിൽ പിന്നെ എന്താ വന്നേക്കുന്നത്? ഈശ്വരൻ മാത്രം. അതാണ് പിന്നെ ഈശ്വരനായ. കാരണം കർപ്പൂരം കത്തി ലയിക്കുന്ന, അല്ലെങ്കിൽ വെള്ളത്തിൽ ഉപ്പ് അലിഞ്ഞാൽ എങ്ങനെയാണ്? ഉപ്പ് പിന്നെ എടുക്കാനുണ്ടോ? ഉപ്പ് കുഞ്ഞാണെങ്കിൽ ആ ഉപ്പും ആ വെള്ളവും ലയിക്കുന്ന ആരാ? പരമാത്മാവ്, ആ ഭഗവാൻ. അങ്ങനെ ആ ഉപ്പും വെള്ളവും ഒന്നായി അങ്ങ് ലയിച്ചു. പിന്നെ അവിടെ വേർതിരിച്ചെടുക്കാൻ പറ്റുമോ വെള്ളത്തിൽ നിന്ന്? അതുപോലെ അങ്ങ് ലയിച്ചു.
അവിടെ ഈ കുഞ്ഞിൻ്റെ മനസ്സോ മറ്റൊന്നും തന്നെ അവിടെ ശരീരമോ ഒന്നും കുഞ്ഞിന് അവിടെ ഒന്നും തോന്നിക്കുന്നില്ല, അവിടെ ശൂന്യമായി. അത് ലയിച്ചങ്ങ് തീർന്ന് ഭഗവാനിലേക്ക് അങ്ങനെ വാർത്തയിൽ വീണ് മുഴുകിക്കിടപ്പവൻ. അങ്ങനെ സമുദ്രത്തിൽ കിടന്ന് മുഴുകിയതുപോലെ കുഞ്ഞിൻ്റെ ഭക്തി അങ്ങനെ അങ്ങായി തീർന്നു, ഭഗവാനിലങ്ങ് ലയിച്ചു. ബ്രഹ്മാദികൾക്കും അറിയരുതാതൊരു നിർമ്മല മൂർത്തിയെ നന്നായി സ്തുതിച്ചിതു. ബ്രഹ്മാദികൾക്ക് പോലും അറിയരുതാതൊരു ഭഗവാൻ നിർമ്മലമൂർത്തിയെ നന്നായി സ്തുതിച്ചു. നമുക്കിനി അടുത്ത ആ പ്രഹ്ലാദൻ എങ്ങനെ, ഇനി പ്രഹ്ലാദൻ്റെ സ്തുതിയാണ്. അത് ഞാൻ കുട്ടിനാൾ തൊട്ട് എന്നും എൻ്റെ അച്ഛൻ ഞാൻ ചൊല്ലണമായിരുന്നു. തെറ്റോ ശരിയോ എന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാനതെന്നും ചൊല്ലി കാണാപ്പാടും അവസാനം കാണാതെ ചൊല്ലുമായിരുന്നു. അത് ഇപ്പോഴൊന്നും അത് ചെല്ലുന്നില്ല, അന്നെന്നല്ല ഒരുപാട് 10-40 വയസ്സ് വരെയൊക്കെ ചൊല്ലുമായിരുന്നു. എല്ലാവർക്കും നമസ്കാരം. സമയം ഒത്തിരി അങ്ങ് പോയി. ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഹരി ഓം ഹരി ഓം ഹരി ഓം.